ചൂട് നശിച്ച ചൂടാ, സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. ഭയങ്കര ചൂട്. ജാഗെല്ലാം അങ്ങ് മാങ്ങാവിശ്വർ വന്ന് പൊള്ളി ചൊറിഞ്ഞ് വയ്യ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലമൊക്കെ ഇങ്ങനെ വേവുക, ബുൾസയായി. എല്ലാവരും ഒരു നിവൃത്തിയില്ല. വീട്ടിലിരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, ഉറങ്ങാനും വയ്യ, ഒന്നും വയ്യ. എവിടുന്ന് ഉറങ്ങുന്നത്? ഉറങ്ങാതെ ചിറ്റി അടക്കേ ചെയ്യുന്ന രാത്രി മുഴുക്ക. ഉറക്കമെന്ന് പറയുന്ന ഇല്ല. ഇതിനു മുമ്പ് ഇത്രയും ചൂട് അനുഭവപ്പെട്ടിട്ടൊന്നോന്ന് വെച്ചാൽ ഇല്ല. മഴയൊക്കെ ഇങ്ങനെ വന്ന് തുപ്പല് പോലെ വന്നിട്ട് അങ്ങ് പോവുക. ശരീരം നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും വെയിലത്ത് നിൽക്കുന്നതല്ലേ. ഭയങ്കര ഗംഭീര 60 വയസ്സിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ജീവിതത്തിൽ നല്ലപ്പോഴാണ് ഇത് ചൂടുണ്ടാവുന്നത്. ഇനി ഇതിലും ചൂടുണ്ടാവും മോനെ. ഹോട്ടലിലെ ആൾ കയറാൻ സാധ്യത കുറവ്. ആരും ഇറങ്ങുന്നില്ല, പുറത്തോട്ട് ഇറങ്ങുന്നില്ല ആരും. ഓട്ടവും വളരെ മോശമാണ്. ചൂട് മാപ്പ് ചൂടാ. ആളുകൾ ഭയങ്കര പാടാ. പേടിച്ച് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഓടി കാലുകുത്തുന്നില്ല. പിന്നെ എനിക്ക് മരിക്കാൻ വേണ്ടി പേടിയില്ല, അതുകൊണ്ടാണ് കാലുകുത്തി നിൽക്കുന്നത്. ഇവിടെ ഉയർത്തെളിക്കണമെങ്കിൽ എന്താ പ്രധാനമന്ത്രിയെ മാറ്റാൻ പറ. അവിടെ ജോലി ഇവിടെ നിന്ന് ഒലിക്കുക, ഇവിടെ നിന്ന് സാധനം പറക്കി വെച്ചു തുടങ്ങിയ ഒലിക്കുക. അപ്പോഴേ തണലിലൊത്ത് ചാടി കയറുക. 80-81 കാലഘട്ടം മസ്കറ്റിൽ ജോലി ചെയ്യുമ്പം 48 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് സഹിച്ചിട്ടുണ്ട്. AC റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ സൂചി കുത്തുന്ന പോലെ പുറത്തല്ല. ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ എത്രയോ നാളാണ് വീട്ടിൽ ഇരിക്കുന്നത്. അവർക്ക് കൂലിയില്ല, ഒന്നുമില്ല. എന്താ ചെയ്യണം? ആരോട് പറയാനാ? വെള്ളമില്ല, പലയിടത്തും പിന്നെ സംവിധാനങ്ങളില്ല, പിന്നെ വെള്ളം കിട്ടത്തക്ക സാഹചര്യങ്ങളില്ല. കിണറ്റിലെ വെള്ളമെല്ലാം പറ്റി. ശാരീരിക ബുദ്ധിമുട്ട്, രാത്രി പിടിച്ച ദേഹമൊത്തം ചൊറിച്ചിലും മറ്റേ കുമ്പളകളൊക്കെ വരുന്നുണ്ട്. കൊല്ലത്തൊന്നല്ല, നമ്മുടെ എൻ്റെ ഓർമ്മയിൽ കേരളത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ പുനലൂർ, അത് കഴിഞ്ഞാൽ പാലക്കാട്, അവിടാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിനൊക്കെ അങ്ങ് ഭയങ്കര പൊടി. കൊച്ചിനൊക്കെ ഉറക്കമില്ല. അവർക്കിട്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ തീർന്നു, ജീവിതം തീർന്നു. അപ്പം ഇതൊരു വലിയ വിഷയം തന്നെ. പിന്നെ ആരോഗ്യ വിദഗ്ധർ പറയുന്ന അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ പറയുന്നു, പിന്നെ ചൂട് സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങരുത്. അവരുടെ ജോലിയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പുറത്തിറങ്ങാതെ നമ്മൾ അങ്ങനെ ജീവിക്കും.